തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ തൃത്താല മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്നതായി LDF സ്ഥാനാർത്ഥി MB രാജേഷ്. UDF രാഷ്ട്രീയ മര്യാദകളുടെ സകല പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്നും തന്റെ കുടുംബത്തെ പോലും അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് പ്രചാരണം താഴ്ന്നതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും അപവാദ പ്രചരണങ്ങളിലും കർശനമായ നിലപാടാണ് സ്ഥാനാർത്ഥി സ്വീകരിക്കുന്നത്. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് MB രാജേഷ് ഔദ്യോഗികമായി പരാതി നൽകി. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നതിനെ നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. UDF തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ എല്ലാ പരിധികളും ലംഘിക്കുന്ന വ്യക്തിഹത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യക്തിഹത്യ മാത്രമല്ല, കുടുംബത്തെയും ഇപ്പോൾ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള പ്രചരണം സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കർശനമായി തന്നെ നിയമപരമായി നേരിടും. ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വാട്സാപ്പ് വഴി എൻ്റെ ഭാര്യയുടെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അധിക്ഷേപ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപവാദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. അപവാദ പ്രചരണങ്ങൾ തടയാനും കുറ്റക്കാരെ കണ്ടെത്താനും വിപുലമായ സംവിധാനമാണ് LDF ഒരുക്കിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾ നിരീക്ഷിക്കാൻ 7-അംഗ IT വിദഗ്ധരുടെ സംഘത്തെയും നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ 5-അംഗ അഭിഭാഷക സംഘത്തെയും ഉൾപ്പെടുത്തി പ്രത്യേക ടീമിനെ രൂപീകരിച്ചു. ഓരോ പോസ്റ്റുകളും കമന്റുകളും കൃത്യമായി നിരീക്ഷിക്കുമെന്നും കുടുംബത്തെയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും MB രാജേഷ് മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നിരീക്ഷിക്കാൻ IT സംഘം ഉണ്ടാവും. അപ്പോൾ തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ അഭിഭാഷക സംഘം ഉണ്ടാവും. അതിന് എല്ലാ തയ്യാറെടുപ്പുമായി മുഴുവൻ സമയം IT സംഘം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. LDF പ്രവർത്തകർ, പൊതുജനങ്ങൾ ഇത്തരം ഈ അപവാദ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് കിട്ടിയാലുടൻ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയ പോരാട്ടത്തെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവരാണ് വ്യക്തിഹത്യയ്ക്ക് മുതിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ തൃത്താലയിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേസ് കൊടുക്കേണ്ട സ്ഥിതിയാണ്. അത്രമാത്രം നീചമായ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുള്ള സംവാദത്തിനാണ് ക്ഷണിച്ചത്. ഒളിപ്പോർ എൻ്റെ രീതിയല്ല, ഞങ്ങളുടെ ആരുടെയും രീതിയല്ല. നേരെ വാ നേരെ പോയെന്നതാണ് രീതി. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒളിപ്പോരാണ് നടത്തുന്നത്. AKG അധിക്ഷേപിച്ചതുപോലെ, മീരയെ അധിക്ഷേപിച്ചതുപോലെ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒളിപ്പോരാണ്. അപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനവും അന്തസ്സായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ആണ് നടത്തേണ്ടത്. അതൊരു കാലത്തും ഇവർക്കാവും.